വീട്ടിലെ ബ്ലോക്കുമായി സംബന്ധിച്ച് ഇന്ന് മുനിസിപ്പൽ ട്രാഫിക് കമ്മിറ്റി യോഗം ചേർന്നിരുന്നു. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ തീരുമാനമായി? കഴിഞ്ഞ 2 ദിവസമായിട്ട് അഭൂതപൂർവമായിട്ടുള്ള ബ്ലോക്കാണ് പയ്യന്നൂർ അനുഭവപ്പെട്ടിട്ടുള്ളത്. ഒന്ന് പ്രധാനമായിട്ടും ഉത്സവ സീസൺ ആയതുകൊണ്ട് നിരവധി വാഹനങ്ങളാണ് സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പയ്യന്നൂർ ടൗണിലേക്ക് ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വാഹനങ്ങൾ ഒഴുകി വരുമ്പോഴുള്ളൊരു ബ്ലോക്കാണ് ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇന്നലെ ഉച്ചയോടുകൂടി ഞങ്ങളൊക്കെ നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ട് പോലീസ് നന്നായി ഇടപെട്ടിട്ടുണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസത്തിന് അല്പം ശമനം ട്രാഫിക് ബ്ലോക്കിനകത്ത് ഇന്നലെ ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് രാവിലെ തന്നെ ട്രാഫിക് കമ്മിറ്റി യോഗം കൂടുകയും ആ യോഗത്തിൽ നേരത്തെ തന്നെ ഞങ്ങൾ എടുത്തിട്ടുള്ള ചില തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനങ്ങൾ അത് ഫലപ്രദമായി നടപ്പിലാക്കാനും പുതിയ ചില തീരുമാനങ്ങൾ നടപ്പിലാക്കണമെന്നാണ് കണ്ടിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം ഈ നെറ്റ്വർക്ക് ചാനൽ ഉൾപ്പെടെ കാണുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത്, നമ്മുടെ ട്രാഫിക് ബ്ലോക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് റോഡ് സൈഡിൽ വ്യാപകമായിട്ട് വാഹനം പാർക്ക് ചെയ്യുന്നതാണ് ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്. അത് നമ്മുടെ പ്രധാനപ്പെട്ട പയ്യന്നൂർ പെരുമ്പ മുതൽ പഴയ ബസ് സ്റ്റാൻഡ് വരെയുള്ള പ്രധാനപ്പെട്ട പാത ഉൾപ്പെടെ റോഡിന് ഇരുവശവും ബൈക്കും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്യാം. അത് വലിയ നിലയിലേക്ക് ട്രാഫിക് ബ്ലോക്കിന് ഇടയാക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ തീരുമാനം എന്ന നിലയിലേക്ക് അതിൻ്റെ ഒരു ഭാഗത്ത് മാത്രം പാർക്ക് ചെയ്യുക എന്നാണ് തീരുമാനം എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അതിനോട് മുഴുവൻ ജനങ്ങളും സഹകരിക്കണം. പരമാവധി പയ്യന്നൂരിൽ ഇപ്പോൾ നിരവധിയായിട്ടുള്ള പേ പാർക്കിംഗ് കേന്ദ്രങ്ങളുണ്ട്. ആ കേന്ദ്രങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വാഹനം ഇത്ര കൺജസ്റ്റഡ് ആയിട്ടുള്ള ടൗണിലേക്ക് കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാത്ത നിലയിൽ ജനങ്ങൾ അതിനോട് സഹകരിക്കണം എന്നുള്ളതാണ് ഒന്നാമതായിട്ട് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊരു കാര്യം ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്, ഒന്ന് നമ്മുടെ പടിഞ്ഞാറ് ഭാഗത്ത്, അതായത് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തു നിന്ന് വരുന്ന വലിയ വാഹനങ്ങളുണ്ട്. സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ബസ്സുകൾ ഒഴികെയുള്ള മറ്റ് വലിയ വാഹനങ്ങൾ പയ്യന്നൂർ ടൗണിലേക്ക് പ്രവേശിക്കാതെ അത് ബൈപ്പാസ് വഴി പോകണമെന്നാണ് തീരുമാനം എടുത്തിട്ടുള്ളത്. അതിനവിടെ പോലീസിനൊരു ഡ്യൂട്ടിക്ക് ഒരാളിയിടും. അതുകൊണ്ട് വലിയ വാഹനങ്ങൾ ഇനി ഈ പറയുന്ന പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് പയ്യന്നൂർ ടൗണിലേക്ക് വരുന്ന ഒഴിവാക്കി അത് പരിപൂർണമായിട്ടും പുതിയ നമ്മുടെ റോഡ് ചെയ്തിട്ടുള്ള ബൈപ്പാസ് വഴി കടത്തി വിടണമെന്നാണ് ഇപ്പോൾ തീരുമാനം എടുത്തിട്ടുള്ളത്. മറ്റൊരു കാര്യം, പയ്യന്നൂർ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞാൽ പിന്നെയുള്ളത് ചെറിയൊരു ജംഗ്ഷനായിട്ട് വരുന്നത് ഗാന്ധി പാർക്ക് ഉൾപ്പെടുന്ന ആ സ്ഥലമാണ്. അവിടെ CIT ഓഫീസിൻ്റെ ഭാഗത്തേക്ക് റോഡുണ്ട്, ഗാന്ധി പാർക്കിലേക്ക് റോഡുണ്ട്. അത് 2 റോഡും വൺ വേ ആണ്. ആ 2 റോഡും പൂർണ്ണമായിട്ടും വൺ വേ ആവുന്ന നിലയിലാണ് ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് അതിനോടും ജനങ്ങളെ സഹകരിക്കണം. അത് മറ്റ് വഴിയിൽ വന്നാൽ അത് കർശനമായിട്ടുള്ള ഫൈൻ ചുമത്തണമെന്ന് ഇന്നിപ്പോൾ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ 2 റോഡും വൺ വേ ആണ്. അത് പൂർണ്ണമായിട്ടും വൺ വേ എന്ന രീതിയിൽ തന്നെ നമുക്ക് പരിഹരിക്കാൻ വേണ്ടി സാധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, കഴിഞ്ഞ ട്രാഫിക് കമ്മിറ്റി യോഗം തീരുമാനിച്ചതുപോലെ ഈ നമ്മുടെ മെയിൻ റോഡിലെ കടകളിൽ സാധനം ഇറക്കുന്നത് രാവിലെ 9 മണി വരെയും വൈകുന്നേരവും എന്ന നിലയിൽ ക്രമീകരിക്കണം തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പിന്നെ വിഷു സീസണാണ്, കടകളിലേക്ക് വലിയ നിലക്കേക്ക് സാധനങ്ങൾ വരുന്ന നിലയുണ്ടാവും. അപ്പോൾ അത് പിന്നെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കടകളിൽ ഇറക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ അത് പിന്നെ ആവശ്യമാനുസരണം മാത്രം ഇറക്കുന്നതിലേക്ക് വരിക, എല്ലാ വാഹനവും കൊണ്ടുവന്ന് കേന്ദ്രീകരിച്ച് ടൗൺ ബ്ലോക്കാക്കുന്നതിന് പകരം ആവശ്യാനുസരണം ആ കാര്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളത് അത് പ്രത്യേകം നഗരത്തിലെ കച്ചവടക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് അവരുടെ പ്രതിനിധികളോടുകൂടി ഇന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, ഒരു കാര്യം കൂടി ഉള്ളത്, യഥേഷ്ടം യൂട്ടേൺ എടുക്കുക എന്ന് പറഞ്ഞൊരു ശീലമുണ്ട്. പെരുമ്പയിൽ നിന്ന് വണ്ടി വിട്ട് കഴിഞ്ഞാൽ പഴയ ബസ് സ്റ്റാൻഡ് എത്തുന്നത് വരെയുള്ള സ്ഥലത്ത് യഥേഷ്ടം യൂട്ടേൺ എടുക്കുക എന്നുള്ള രീതിയുണ്ട്. ഒരു കാരണവശാൽ അത് അനുവദിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അതാണ് പ്രധാനപ്പെട്ട ബ്ലോക്കിലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. LIC ജംഗ്ഷൻ്റെ അവിടുത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം കുറേ കൂടി മുന്നോട്ടാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇപ്പോൾ പലതും ആ ജംഗ്ഷനിൽ തന്നെ വന്ന് ബസ് നിർത്തുന്ന നിലയുണ്ട്. അതുകൊണ്ട് യാത്രക്കാർ ശ്രദ്ധിക്കേണ്ടത് കുറേ മുന്നോട്ട് മാറി നിൽക്കാനും അതോടൊപ്പം ബസ് കുറേ കൂടി മുന്നോട്ട് നിന്നാൽ ആ റോഡിലെയും ബ്ലോക്ക് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതുപോലെ പയ്യന്നൂർ ബൈപ്പാസ് റോഡിൽ റോഡ് ആക്സിഡൻറ്റ്സ് ഇപ്പോൾ ഈയിടെയായിട്ട് കുറച്ച് മാസത്തിൽ ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് സ്പീഡ് കുറക്കാനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? സ്പീഡ് കുറക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ സ്പീഡ് ബ്രേക്കർ നമുക്കിപ്പം വെക്കാൻ പറ്റുന്ന നിലയല്ല ഉള്ളത്. പക്ഷേ അത് അടുത്ത ഘട്ടത്തിലെ പരിഷ്കരണത്തിൻ്റെ ഭാഗമായി ഈ ബൈപ്പാസ് ഉൾപ്പെടെ വൺ വേ ആവണം. വൺ വേ എന്ന നിലയിൽ നമ്മൾ നേരത്തെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്ക് പോകണമെന്ന് നമ്മൾ കാണുന്നുണ്ട്. അതൊരു അടുത്ത ഘട്ടമാണ് നമ്മൾ ആലോചിക്കുന്നത്. അതോടുകൂടി ഇന്നത്തെ നിലയിലേക്കുള്ള ആക്സിഡൻറ്റ് നമുക്ക് കുറക്കാൻ വേണ്ടി പറ്റുന്നില്ലയാണ്. പിന്നീട് മെക്കാഡൺ റോഡായതുകൊണ്ട് ആളുകൾ വളരെ വേഗതയിൽ പോകുന്നതാണ് അവിടുത്തെ ആക്സിഡൻ്റ് ഒരു കാരണം എന്ന് പറയുന്നത്. അതിനകത്ത് പരമാവധി ശ്രദ്ധ ആളുകൾക്ക് ഉണ്ടാവേണ്ട നിലയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഉള്ള ബ്ലോക്കിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ പെരുമ്പയിലെ ബ്ലോക്കിൽ ഈ ടാക്കീസിലെ സിനിമ വിടുന്നൊരു സമയം പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്, ശാന്തി ടാക്കീസിൽ നിന്ന് സിനിമ കഴിഞ്ഞ ഉടൻ
നേരിട്ടിട്ട് ഹൈവേ വഴി പയ്യന്നൂരേക്ക് വരുന്നതിന് പകരം അവിടുന്ന് ലെഫ്റ്റ് എടുത്ത് എടാട്ട് പോയി അണ്ടർപാസ് വഴി തിരിഞ്ഞു വന്നാൽ ഇവിടുത്തെ ബ്ലോക്ക് നമുക്ക് കുറക്കാൻ വേണ്ടി സാധിക്കും. ആ ബ്ലോക്ക് കുറക്കാൻ തന്നെ ഒരുവിധം പ്രശ്നത്തിന്, ഹൈവേയിലെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും. അത് അവരോട് കൂടി സംസാരിക്കാനുണ്ട്. പരമാവധി ആളുകൾ അതുകൂടി ഒന്ന് പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ നിലയ്ക്കുള്ള ഈ ഒരു വലിയ ട്രാഫിക്കിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പറ്റുന്നതാണ് കാണുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ സമഗ്രമായ ട്രാഫിക് പരിഷ്കാരം നമുക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ പയ്യന്നൂരിൽ നമ്മൾ